അയ്യോ ആ കുട്ടികളെ ഇന്ന് ഞങ്ങളെ വീട്ടിൽ നോമ്പ് തുറ കേട്ടോ. നോമ്പ് തുറ പറയുമ്പോൾ പള്ളിക്കത്തെ ഉസ്താദന്മാർക്കാണ് നോമ്പ് തുറ. അപ്പൊ നമുക്ക് അടുക്കളയിൽ പോയി നോക്കാം എന്തൊക്കെ ഉണ്ടാക്കുന്നത് നോക്കണ്ടേ. നമുക്ക് നോമ്പുണ്ട് കേട്ടോ, നോമ്പില്ലായിരുന്നില്ല. കസാലൊക്കെ തല കുത്തിയിട്ടാണ്. അപ്പൊ നമുക്ക് ചെന്നോക്കാം എന്തൊക്കെയാ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ സമൂസ മുതലാളി സമൂസ ഉണ്ടാക്കുന്നു. സമൂസ മസാല ഒക്കെ ബീഫ് മസാലയാണ്. ബീഫ് സമൂസ ഇട്ട് ഉണ്ടാക്കണം. 1 2 3 4 അങ്ങനെ ഉണ്ടാക്കണം. ഇത് കൂടെ കാണാൻ പറ്റുന്ന എല്ലാരും കാണുക. തീയെല്ലാം കത്തുണ്ട്. എന്തിനാ കത്തിന് നിങ്ങൾ ചോദിച്ചാല് പത്തിരി ചൂടാ കേട്ടോ. അടുപ്പത്താണ് നമ്മളെ പത്തിരി ചൂടുന്നത്. ഇത്രയും പത്തിരി ഇങ്ങനെ ചൂടാല്ലാണ്. നമ്മള് ഇവിടെ കുറച്ച് പത്തിരി ഉണ്ട്. ഇതിൽ പിന്നെ കാണണ്ട എത്രയോ ലോഡ് പത്തിരി ഉണ്ട്. പിന്നെ നമ്മൾ നേരെ ചെന്നാല് അടുക്കളയിലാണ്. അടുക്കളയിൽ സിംഗിൾ എന്തുണ്ടാവും? പാത്രം നല്ല പാത്രങ്ങൾ. എന്താ വെച്ചാ പട്ട രാവിലെയാണ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഒക്കെ കഴിഞ്ഞു. ഈ സമൂസ ഉണ്ടാക്കണ കണ്ടാല് നോമ്പില്ല അടക്കലും നോമ്പില്ലോലെ അടക്കും, നോമ്പില്ലാത്ത പോലെ തിന്നണ കാണാൻ. ഇതാണ് നോമ്പ് തുറക്കുമ്പോഴുള്ള വത്തക്ക. പുതിയ പീടിക ഉണ്ട്, അതിന് വാങ്ങിയതാണ്. ഇതാണ് നമ്മുടെ ശമാം. സ്റ്റോർ റൂമിൽ എന്തെങ്കിലും ഉണ്ട് പറഞ്ഞാല് സകല സാധനം ഉണ്ടാവും. ഫ്രിഡ്ജ തുറന്ന ഉടനെ വെളിച്ചലേ 2 കരിക്ക് അങ്ങനെ കുറച്ച് സാധനങ്ങള് സീൻ സാധനം. എന്റെ അമ്മ പറയാണ് എടുത്താ മുത്തേന്. ആദ്യമായിട്ട് മുത്തി വിളിച്ചു. റമദാൻ കരീം ഓഫറോളാട്ടോ. എന്തൊക്കെ ഉണ്ട് പറഞ്ഞാല് എല്ലാം ഉണ്ടാവും. എവിടെ പറയാല് താങ്ങും തുറക്കാനും ഇവിടെയാണ് തുടങ്ങാനും തുറക്കാനും ഈ സ്പോട്ടിലെ കടയിലാട്ടോ. ഇതാണ് അതിന്റെ മെയിൻ പേര്. ഇത് ബിസ്മി ഹൈപ്പർ മാർക്കറ്റ് ആഘോഷം, ലാഭം ആന്തനം. പുറത്ത് എത്തി വലിഞ്ഞു നോക്കിയാല് വെയിലും കഷ്ടാട്ടോ. എന്ത് കഷ്ടാലേ നമ്മളെ പോലത്തെ പാവപ്പെട്ടവര്. നമ്മള് നിങ്ങളവിടെ വന്നാ പിന്നെ മഴ പെയ്യൂലേ. മലപ്പുറം പിന്നെ പറയണ്ട, വൈകുന്നേരം മഴയാണ് സീനക്കര. എല്ലാരും ഇതിവിടെ AC ഉണ്ടായിട്ടുണ്ട്, AC ഇടാത്തത്. അത് പിന്നെ പുതിയ മോഡലല്ലേ കണ്ടില്ലേച്ചുണ്ടാക്കി. പാവം മോളിൽ നിന്ന് വർക്കിയാണ്. നോമ്പിന് കാശുള്ള കയ്യില് ഇത്രയേ ഉള്ളൂ. എത്തിയോ? നിങ്ങൾ എല്ലാരും കണ്ടില്ലേ? അടിപൊളി സാധനങ്ങളാണ് അവിടെ അല്ലേ. ആ സമൂസ ഉണ്ടാക്കണ സമൂസ മുതലാളി സെറ്റാട്ടോ. അതിന്റെ അപ്പുറത്തൊക്കെ ആ മുതലാളി സൂപ്പറാണ്. അപ്പൊ എന്താ സമൂസ നിങ്ങൾ കമന്റിൽ പറയണം കേട്ടോ. ഇതിൽ പറഞ്ഞിട്ടുണ്ടാവും. ഒരു ചോദ്യം ചോദിച്ചാണ് എന്താണ് ഏത് സമൂസയാണ് അതിന്റെ പേര്, ആ സമൂസന്റെ പേര് എന്താണെന്ന് നിങ്ങൾ പറയണം.